എടാ വൈറ്റ് ബോർഡ് പോയി. എടാ അപ്പൊ ശ്രദ്ധിക്കേ, അപ്പൊ GMM എന്താ മോളാർ മാസ്? ഒരു മോളിന്റെ മാസിനെ പറയുന്ന പേരെന്താ? മോളാർ മാസ്. ഒരു മോളിന്റെ മാസിനെ പറയുന്ന പേര് മോളാർ മാസ്. അപ്പൊ അതിന്റെ അകത്ത് അപ്പൊ മോളാർ മാസ് എന്ന് പറഞ്ഞ ആരൊക്കെ വരൂടാ? GMM മോളാർ മാസ് ആണ്. ലബീബ് സാർ ഞാന് ലൈവ് ക്ലാസ്സിൽ ഞാൻ വിളിക്കാം. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാം മോളി അല്ലെ, ഒരു മോളിക്യൂളിന്റെ മാസാണ് GMM, ഒരു ആറ്റത്തിന്റെ മാസാണ് GAM. ഇതൊക്കെ എന്ത് തന്നെയാണ്? സോറി, ഒരു മോൾ GMM, ഒരു മോൾ മോളിക്യൂളിന്റെ മാസാണ് GAM. ഒരു മോൾ എന്ത് തന്നെ ആയാലും അതിന്റെ മാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ മാസ്. ഓക്കെ, ഒരു മോൾ എന്തായാലും കുഴപ്പമില്ല, അത് ആറ്റോ മോളിക്യൂൾ എന്തായാലും കുഴപ്പമില്ല. ഒരു മോളുടെ മാസങ്ങള് വെയിറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ മാസാണ് മോളാർ മാസ്. അപ്പൊ GMM മോളാർ മാസാണ്, GAM മോളാർ മാസാണ്. റെഡി? അപ്പൊ ഞാന് മോള് കാണാനുള്ള ഫോർമുല പറയാണ്. ഞാൻ നേരത്തെ ഹെഡിങ് കൊടുത്തിരുന്നു. വെയിറ്റ് റിലേറ്റഡ് ഫോർമുലയാണ്. വെയിറ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, എന്താ ഫോർമുല? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് divided by molar mass. എന്താടാ? വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗിവൺ മാസ് എന്ന് കേൾക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. തന്നിരിക്കുന്ന ഭാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? തന്നിരിക്കുന്ന മാസ് ബൈ GAM or GMM എന്ന് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഗിവൺ മാസ് ബൈ GAM or GMM. നമ്മള് മാസ് എന്നുള്ളതിന് പകരം നമ്മൾ ഇവിടെ വെയിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഗിവൺ എന്നൊന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. തരാണ്ട് ഇപ്പൊ ഇത് കാണോ? ഇല്ല. അപ്പൊ പിന്നെന്തിനാ ഗിവൺ എന്നൊക്കെ ഉപയോഗിക്കുന്നത്? അതൊക്കെ വെറുതെ ആലങ്കാരികമായി അവിടെ ഇടുന്നതാണ്, അതൊന്നും വേണ്ട. അപ്പൊ വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഈ മോളാർ മാസിന് പകരം ചിലപ്പോ GAM എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോ എന്ത് എഴുതിയിട്ടുണ്ടായിരിക്കാം? അത് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? 10th അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങനെ യൂസ് ചെയ്യില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഏത് മാസാണേലും നമ്മൾ മോളാർ മാസ് എന്നേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫോർമുലയിൽ നിന്നും ഒരു റിലേഷനും കൂടി കിട്ടും. നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് തന്നെയാണിത്. ഇതിന് വെയിറ്റ് കണ്ടൂടെ? മോള് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വേണം മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വെയിറ്റ് വെച്ച് കഴിഞ്ഞാലോ? നമ്പർ ഓഫ് മോൾസ് ഇൻടു മോളാർ മാസ്. ഓക്കെ, ഇതിനെ സിംബോളിക്കലി പറയാറുണ്ട് N equal W by capital M. എങ്ങനെയാ? N equal W by capital M. Where N is N എന്തോന്നാ? N number of moles. W weight capital M molar mass. O weight is equal to N into M. Weight എന്ന് പറയുന്നത് number of mole into molar mass. Okay, കോപ്പി ചെയ്തല്ലോ? നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. അടുത്ത ഇക്വേഷൻ പറയട്ടെ? 3 ഇക്വേഷൻസ് നമുക്ക് പറയാം കേട്ടോ. 3 ഇക്വേഷൻസ് പരിചയമുള്ള തന്നെയാണ്. നമുക്ക് ഇത് പഠിക്കാനുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? പാർട്ടിക്കിൾസ് റിലേറ്റഡ് ആണ്. ആരുമായി ബന്ധപ്പെട്ടിട്ടാ? കണികകൾ തന്നിട്ട് കണികകളുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് മോൾ ചോദിച്ചാൽ എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾ വെച്ച് കഴിഞ്ഞാല് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അതെടുത്ത് മുകളിൽ എഴുതാം. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6.02 to 10 raised to 23. അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? മോൾസ് കിട്ടും. ഇതിന്ന് ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞൂടെ? ഇത് ക്രോസ് ചെയ്താല്, ഇത് ഇങ്ങോട്ടുണ്ടായാല് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചോദിച്ചാലോ?
into number of moles into moles into ആണല്ലേ? Avogadro number. പാർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ, പാർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണല്ലോ. ഇതിന് ഞാനൊന്ന് സിംബോളിക്കലി പറയട്ടെ. n എന്ന് പറയുന്നത് np ബൈ na. റെഡി? ആരാ np? ആരാ? സ്മോൾ n എന്താ? number of particles. സ്മോൾ n എന്താ? number of moles. നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഞാൻ np ഇട്ടതാ. ഓക്കെ, എന്നെ ആരാടാ? Avogadro number. അപ്പൊ np കാണണമെങ്കിൽ n ഇൻറ്റു na. റെഡി? സെക്കൻഡ് ഫോർമുല നിങ്ങൾക്ക് പരിചയമുള്ള ഫോർമുല അല്ലേ ഇത്? മലയാളത്തിൽ കേട്ടവരുണ്ടാവും, ഇംഗ്ലീഷിൽ കേട്ടവരുണ്ടാവും, കണികകളുടെ എണ്ണം എന്നൊക്കെ കേട്ടവരുണ്ടാവും. ഇനി നമ്മൾ ഇങ്ങനെ പറയുള്ളൂ, അതൊന്നും മാറ്റുക. നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ്, നമുക്കത് ഇനി ഇംഗ്ലീഷിലേ പറയാനുള്ളൂ, അതൊന്ന് മാറ്റി. അപ്പൊ ഞാൻ അടുത്ത ഫോർമുലയിലേക്ക് പോവാണ്. അടുത്തിലേക്ക് പോട്ടെ. വോളിയം തന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു പരിപാടി ഇല്ലേ, STP. അതാണ് എന്റെ അടുത്ത ഫോർമുല. ഓക്കെ, കടക്കട്ടെ. കോപ്പി ചെയ്യാനുണ്ടോ? കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പറയാ, അടുത്തതിലേക്ക് കടക്കാം. എടാ അടുത്ത പറയട്ടെ. പറഞ്ഞോളൂ. അപ്പോ മൂന്നാമത്തത് വോളിയം റിലേറ്റഡ് ആണ്. വോളിയം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം ആദ്യം അറിയണം. STP എന്താ? STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയാ. പ്രമാണ താപനിലയും മർദ്ദവും. 273 കെൽവിൻ അഥവാ 0 ഡിഗ്രി സെൽഷ്യസും ഒരു ATM. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. 273 കെൽവിനും ഒരു ATM-ഉം ആണെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ്, ആ അവസ്ഥയെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്. അതൊരു സ്റ്റാൻഡേർഡ് കേസാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ ഒരു മോൾ എന്ത് ഗ്യാസ് നിന്നാലും, STP-യിൽ എന്ത് ഒരു മോൾ ഗ്യാസ് നിന്നാലും അതിന്റെ വോളിയം എന്ന് പറയുന്ന 22.4 ലിറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ 22,400 മില്ലി ലിറ്റർ ആയിരിക്കും. ഇത് കേട്ടിട്ടില്ലേ? ഒരു മോൾ ഗ്യാസ് STP-യിൽ നിൽക്കുകയാണെങ്കിൽ അത് ഏത് ഗ്യാസ് ആയാലും കുഴപ്പമില്ല, ഒരു മോൾ ഗ്യാസ് ആണ് STP-യിൽ സ്ഥിതി ചെയ്യുന്നെങ്കിൽ അതിന്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇത് ലിറ്റർ ആണ്, 1000 കൊണ്ട് ഗുണിച്ചാൽ മില്ലി ലിറ്റർ ആവും. ഇതിനെയാണ് മോളാർ വോളിയം എന്ന് പറയാ. എന്താ പറയാ? മോളാർ മാസ് എന്തായിരുന്നടാ? ഒരു മോളിന്റെ മാസ് അല്ലേ? മോളാർ വോളിയം എന്തായിരിക്കും? ഒരു മോളിന്റെ വോളിയം അറ്റ് STP. കേട്ടോ? പിന്നെ ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഫോർമുല എങ്ങനെ നോക്ക്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം അറ്റ് STP. വോളിയം അറ്റ് STP. എന്തിലെ വോളിയം തരും? STP-യിലെ വോളിയം വേണം. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 22.4 കൊണ്ട് അല്ലെങ്കിൽ 22,400 കൊണ്ട്, 22400 ഉണ്ട്. ഓക്കെ, അതെപ്പോഴാ 22.4 എപ്പോഴാ ഉപയോഗിക്കാം? പറയടാ. നിങ്ങൾക്ക് മേലെ തന്ന ലിറ്ററിലാണെങ്കിൽ താഴെ നിങ്ങൾ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മേലെ തന്ന മില്ലി ലിറ്റർ ആണെങ്കിൽ താഴെ നിങ്ങൾ 22,400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞൂടെ? വോളിയം അറ്റ് STP. പറ.
വോളിയം അറ്റ് STP Number equal of to moles number of into mole into Number of moles into 22.4. 22.4 അല്ലെങ്കിൽ 22400. ഓക്കെ, ഇതിന്റെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ പറയാ? N equal to VSTP. എങ്ങനെയാ? N equal to VSTP divided by 20.4. ഓക്കെ, ഇനി VSTP എങ്ങനെയാണ്? N into 20.4. 22.4. ഓക്കെ അല്ലേ? ഇത് കോപ്പി ചെയ്തില്ലേ? എന്നാ ഇനി ക്വസ്റ്റ്യൻസേ പറയാനുള്ളൂ. ജസ്റ്റ് 3ന്റെ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എന്നിട്ട് ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ബ്രിഡ്ജിലൂടെ നമുക്ക് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫൈൻഡ് മോൾസ്. ഫൈൻഡ് മോൾസ് ഓഫ് ഫോളോയിങ്. താഴെയുള്ളതിന്റെ എന്ത് കാണണം? മോൾസ് കാണണം. നമ്പർ 1 4900 gram sulfuric acid. Number 2 1.8066 into 10 raised to 23 molecule carbon dioxide. Number 3 89.6 liter SO2 gas at STP. Ready? Question മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എടാ ഇതിലൊക്കെ മോളെ കണ്ട് ഫസ്റ്റിൽ എന്ത് ഡാറ്റയാ തന്നിട്ടുള്ളേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ഫസ്റ്റിൽ എന്ത് ഡാറ്റയാ തന്നിട്ടുള്ളേ? വെയിറ്റ് അല്ലേ? സെക്കൻഡിലോ പാർട്ടിക്കിൾസ് അല്ലേ? കണികളല്ലേ? തേർഡില് STPയിലുള്ള വോളിയം. അപ്പോ മോളാണ് ചോദിച്ചത്. വെയിറ്റ് തന്നോണ്ട് മോൾ എങ്ങനെ കാണാ? വെയിറ്റ് ബൈ മോളാർ മാസ് ആണോ? വെയിറ്റ് എത്രയാടാ? 4900. ഇതിന് മോളാർ മാസ് കാണണ്ടേ? ഹൈഡ്രജൻ 1 എന്നും സൾഫർ 32 എന്നും ഓക്സിജൻ 16 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ H2SO4ന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞേ നിങ്ങള്. 1 into 2 plus 32 into 1 plus 16 into 4 ആണോ? 2 plus 32 plus 64. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഉണ്ടല്ലോ, കേക്കുന്നുണ്ട്. അപ്പൊ 98 അല്ലേ വരാ? അതെ. അപ്പൊ 98 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 49 into 100 ഞാൻ മേലെ എഴുതി 4900. താഴെ 49 into 2 എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി കൂടെ? 98നെ 49 കട്ടായി. 100/2 എത്രയുടെ ഉത്തരം? 50. ഇനി അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? മോളിക്യൂൾസ് തന്നിട്ടില്ലേ? പാർട്ടിക്കിൾസ് ആണെന്നുള്ളത്. അപ്പൊ എങ്ങനെ കാണാ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ. പാർട്ടിക്കിൾസ് എത്രയാ? 1.8066 into 10 raised to 23 divided by 6.022 into 10 raised to 23. എടാ 18.066 into 10 raised to 23 ആയിരുന്നെങ്കിൽ, ഇതായിരുന്നെങ്കിൽ അത് ഇതിന്റെ എത്ര മടങ്ങാ? 3 ടൈംസ് അല്ലേ? കണ്ട് പരിചയല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളല്ല, നിങ്ങളെല്ലാം സ്റ്റേറ്റ് ബോർഡ് പഠിച്ചാന്നാ പറഞ്ഞേ അല്ലേ? 18.066 എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര മടങ്ങാടാ? 3 മടങ്ങല്ലേ? അപ്പൊ ഇത് 3 മടങ്ങാ? ഇത് 18 ആണോ 1.8 ആണോ? 1.8. ഇത് 3 മടങ്ങല്ല, 0.3 ടൈംസ് ഉണ്ടാവുള്ളൂ അല്ലേ? റെഡി? 0.3. അടുത്തതാ വോളിയം ഉണ്ട്. വോളിയം ഉണ്ടെങ്കിൽ എങ്ങനെ കാണാ? വോളിയം മറ്റേ STP by 22. ലിറ്ററിലല്ലേ? 22.4 മതിയല്ലോ അല്ലേ?
അപ്പൊ 89.6 divided by 20.4 ആൻസർ വിൽ ബി 4 കിട്ടൂടാ. കറക്റ്റ് 4 കിട്ടും. കാണുന്ന എങ്ങനെയാന്ന് അറിയാലോ? ആയില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യന് ജസ്റ്റ് തരാം. ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ കേസുകൾ പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ് പറയാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ആസ് യൂഷ്വൽ നിങ്ങൾ സാർക്ക് പറയാം. ഫൈൻഡ് മോൾസ് അങ്ങനെ എഴുതിക്കോ. ഫൈൻഡ് മോൾസ്. അതില് 3.2 gram മീഥൈൻ. മീഥൈൻ ആരാ? CH4. നമ്പർ 2 1.2044 into 10 raised to 20 gram. I'm sorry, 20 molecule ആരാ? ഹൈഡ്രജൻ. നമ്പർ 3 1.12 liter nitrogen at STP. ഓക്കെ, ചെയ്യില്ലേ? ഓക്കേടാ, അപ്പൊ ശരി. താങ്ക് യു.